ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് ഡ്രാമയുടെ 4th എപ്പിസോഡാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് ജിന്നെ മൂവിനെ വിഷ് ചെയ്തുകൊണ്ടാണ്. അവളുടെ ബർത്ത്ഡേക്ക് തന്നെയാണ് ഇവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്. അവൻ അവളോട് ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ നിനക്ക് ചിലവ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ജിന്ന് നടന്നു പോകുമ്പോൾ പുറകെ മൂവും ചെല്ലുന്നുണ്ട്. ആ നേരം അവർ കുറേ സംസാരിക്കുന്നുണ്ട്. ജിൻ ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് അഡ്രസ്സ് കിട്ടിയെന്ന്. അപ്പം മൂ പറയും, അനിത്യയാണ് എഴുതി തന്നതെന്ന്. മൂ ആണെങ്കിൽ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്. എപ്പോഴും കരച്ചിൽ വരും. ചെറിയൊരു കാര്യം മതി കരയെ. അവൾ വർക്ക്ഷോപ്പിൽ നിന്ന് കരഞ്ഞിരുന്നു. അതെന്തിനാ കരഞ്ഞതെന്ന് ജിൻ ചോദിക്കുമ്പോൾ അത് അവൾക്ക് പോലും അറിയില്ല. അത് ജിൻ കാരണമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ നടന്ന് ഒരു ബേക്കറിയിൽ ചെല്ലുന്നുണ്ട്. കട അടയ്ക്കാൻ പോവായിരുന്നു. ജിൻ അവളോട് ചോദിക്കും, നിനക്ക് ഏത് കേക്കാണ് വേണ്ടതെന്ന്. അവിടെ ഒരു സ്ട്രോബെറി കേക്കുണ്ട്, അതാണ് അവൾക്ക് വേണ്ടത്. അവൻ അതങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ കുടിക്കാൻ ഡ്രിങ്ക്സ് വേണമെന്ന് മൂ പറയും. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജിന്ന് എല്ലാ കാര്യവും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ സ്ട്രോബെറി കേക്ക് എടുത്തത് പണ്ട് ഇവർ ഒത്തിരി സ്ട്രോബെറി തിന്നുമായിരുന്നു. അങ്ങനെ അവർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിൽ വരും. അവിടെ തന്നെ ഒരു ബെഡ്റൂമുണ്ട്. അത് അവൻ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ജിന്ന് കേക്കുമായിട്ട് വരുന്നുണ്ട്. ടേബിളിൽ വെച്ച് ക്യാൻഡിൽ കുത്തി വയ്ക്കുന്നുണ്ട്. അവളോട് ഊതാൻ പറയുന്നുണ്ട് ജിന്ന്. എന്നാൽ അവൾ അവനോട് ചോദിക്കും, നിൻ്റെ ബർത്ത്ഡേ ഡേറ്റ് എന്നാണെന്ന്. പക്ഷെ അവനറിയില്ല. അവനാകെ അറിയാവുന്നത് മൂൻ്റെ ബർത്ത്ഡേ ആണ്. അവളത് കേൾക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട്. അവളൊരു വിഷ് പറയും, ജിൻ്റെ ബർത്ത്ഡേ എന്നാണ് കണ്ടുപിടിക്കണമെന്ന്. അത് ഉറക്കെ പറയും. രണ്ടാമത്തെ വിഷ് പതിയെ പറയും. ഉറക്കെ പറഞ്ഞാൽ നടക്കില്ലല്ലോ. ആ വിഷ് വേറെ ഒന്നുമല്ല, എന്നും ഈ സന്തോഷം നിലനിൽക്കണം, എപ്പോഴും ജിന്നെ മൂവിൻ്റെ കൂടെ കാണണമെന്ന്. അവൾ വിഷൊക്കെ ആലോചിച്ച് ലാസ്റ്റ് ക്യാൻഡിൽ ഊതിക്കെടുത്തുന്നുണ്ട്. പിന്നെ അവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് ഇനി ഡ്രിങ്ക്സാണ് അടിക്കാൻ പോകുന്നത്. അവൾ ഡ്രിങ്ക്സ് അടിക്കാറില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, കുടിക്കണോ വേണ്ടയോ എന്ന്. പറയും, എനിക്ക് കുടിക്കണം, പൊട്ടിക്കാൻ പറയുന്നുണ്ട്. അവനങ്ങനെ പൊട്ടിച്ചു കൊടുത്ത് കുടിക്കുന്നുണ്ട്. കാരണം ജിൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്തേലും വന്നാലും ജിന്നുണ്ടല്ലോ. ഇനി ബോധം കെട്ട് വീണാലും ജിൻ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും കോൺഫിഡൻസ്. അവളുടെ കുടിച്ച് ബോധം പോകുന്നുണ്ട്. അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അവളുടെ അമ്മ വേറെ ഒരാളുടെ കൂടെ പോയില്ലേ, ആ കാര്യമാണ് അവനോട് പറയുന്നത്. അവൻ സമാധാനപ്പെടുത്തും. സാധാരണ അമ്മ അങ്ങനെ ആരുടെയും കൂടെ പോകത്തില്ല, ഒരാളാണ്. എന്നാൽ അമ്മയ്ക്ക് ചേർന്ന ഒരാളെ കിട്ടിയില്ലേ, അതിനർത്ഥം അമ്മ നല്ലൊരാളെ ആയിരിക്കും കണ്ടുപിടിച്ചതെന്ന്. കുറച്ച് കഴിയുമ്പോൾ ജിന്നു മൂനോട് പറയും, വാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന്. എന്നാൽ അവൾക്ക് പോകാൻ താല്പര്യമില്ല. ഇവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും നിൽക്കണം, നല്ല മഴയാണ് പുറത്ത്. അതുകൊണ്ട് അവൾ പറയും, പുറത്ത് മഴയാണെന്ന്. എന്നാൽ ജിൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അവൾ കേൾക്കില്ല. ഒറ്റ രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് പറയും. എന്നിട്ട് അവൾ ബോധം കെട്ട പോലെ അവിടെ കിടക്കുന്നുണ്ട്. അവന് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ രാത്രി കിടന്നു എന്നും പറയുന്നുണ്ട്. അവൻ എന്തോ സാധനം എടുക്കാൻ പോകുമ്പോൾ വയറും പൊത്തിയിരിക്കുകയാണ്. അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ആ ഒരു വേദനയിലിരിക്കുമ്പോൾ ജിൻ ചോദിക്കും, എന്ത് പറ്റി, ബിയർ കുടിച്ചിട്ടാണോ വയറ് വേദന എന്ന്. എന്നാൽ ജിന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുമല്ല, ഇവരുടെ കയ്യിൽ പാഡില്ല. പാഡ് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അവനൊരു കടയിൽ വരും അവൾക്ക് പാഡ് വാങ്ങാൻ വേണ്ടി. അവിടെ ആളുകളാരും വരാറില്ല. അവനറിയില്ല അവൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന്. അതുകൊണ്ട് അവൻ ഒത്തിരി വാങ്ങിക്കുന്നുണ്ട്. ആ ലേഡി പൈസ കൂട്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ വാരി ഇതിലിടുന്നുണ്ട്, അതും പീരീഡ്സിന് സമയത്ത്. പക്ഷെ ജിന്ന് ഇത് അറിയുന്നില്ല. അവൻ അറിയാതെ പൈസ കൊടുത്ത് വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവർക്ക് എങ്ങനെയും ഇത് കൊടുത്താൽ മതി. അങ്ങനെ ജിന്ന് വർക്ക്ഷോപ്പിൽ വന്ന് അവൾക്കത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് അവൾ കുളിച്ച് റെഡിയായി വരുവാണ്. ജിന്നു വന്ന് നോക്കുമ്പോൾ അവൾ പാൻ്റ് ഇട്ടിട്ടില്ല. അവൻ കുറച്ച് നേരം ഷോക്കായി നിൽപ്പുണ്ട്. കുറച്ച് നേരം സ്തംഭിച്ച് നിന്നിട്ട് അവളോട് പറയും, പോയി കിടന്നുറങ്ങാൻ പറയും. അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ജിൻ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി കിടക്കുവാണെന്ന് അവൻ പറയും. മൂൻ്റെ കൂടെ അവന് കിടക്കാൻ പറ്റില്ല, കാരണം അവൻ്റെ സ്വന്തം അനിയത്തിയല്ല, അതുകൊണ്ടാണ്. ജിന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ സാധനം താഴെ വീഴുന്നത് പോലെ. പെട്ടെന്ന് തന്നെ പുറകോട്ട് തിരിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ വേറൊന്നുമല്ല, വേദന കാരണം വയറ് പൊത്തി പിടിച്ച് കിടക്കുവാണ്. ആ വേദനയിൽ എന്തോ തട്ടിക്കളഞ്ഞതാണ്. അവൻ വന്നിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. ഗൂഗിളിൽ നോക്കുമ്പോൾ വയറിൽ ചൂട് കൊടുത്താൽ മതിയെന്ന് കാണിക്കുന്നുണ്ട്. അവൻ അവളോട് പറയും, കൈ വയറിൽ വെച്ചാൽ മതിയെന്ന്. എന്നാൽ അവളുടെ കയ്യിൽ ചൂടില്ല. ഈ ഭാഗത്ത് വെച്ചോളാൻ പറഞ്ഞ് ജിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളുടെ കൈ മാറ്റി അവൻ്റെ കൈ അവിടെ വെക്കുന്നുണ്ട്. അവൻ
ഷോക്കായി നിൽപ്പുണ്ട്. അവൻ കൈ മാറ്റാൻ നോക്കുമ്പോൾ അവൾ വിടുന്നില്ല. പക്ഷെ അവൻ നല്ലൊരു പയ്യനാണ്. അവിടെ ഇരുന്ന പത്രമെടുത്ത് പതിയെ വീശിക്കൊടുക്കുന്നുണ്ട്. അവൾ വേദന കൊണ്ട് വേർക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ജിന്നെ മൂൻ്റെ അച്ഛൻ അഡോപ്റ്റ് ചെയ്തതാണ്. ജിൻ്റെ അച്ഛൻ പണ്ട് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. അപ്പം മൂൻ്റെ അച്ഛനാണ് അവനെ എടുത്ത് വളർത്തിയത്. എന്നാൽ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അമ്മ സമ്മതിച്ചില്ല. ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇറക്കി വിടാൻ പറഞ്ഞു. എന്നാൽ അച്ഛൻ വിട്ടുകൊടുത്തില്ല. ജിന്നെ കൂട്ടത്തിൽ തന്നെ നിർത്തി. അതുമല്ല, ജിന്നു പണ്ട് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. സ്കൂളിൽ നിന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു അമ്മേനെ. എന്നാൽ അമ്മ പറയുന്നത് അവൻ എൻ്റെ മോനല്ല, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന്. ജിന്നെ കൊണ്ടുവന്നപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ ഡെലിവറി ആയി. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവാണ് ജിന്ന് പാല് കൊടുക്കുന്നത്. അവൻ സ്വന്തം അനിയത്തെ പോലെയാണ് മൂനെ കാണുന്നത്. അനിയത്തെ പോലെ കണ്ട കുട്ടിയെയാണ് ഇപ്പോൾ ജിന്നോട് ഇഷ്ടം ചോദിക്കാൻ പോകുന്നത്. പണ്ട് അമ്മ ഒരു ലേഡിയെ വിളിച്ചിട്ട് ജിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ജിൻ കാരണമാണ് മൂ സംസാരിക്കാൻ വൈകുന്നതെന്ന്. മൂന്ന് 2 വയസ്സായിട്ടും സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതിന് കാരണം ജിന്നാണെന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലേഡീനെ വിളിച്ച് പറഞ്ഞു വിടുന്നത്. ടീച്ചറാണ് അവനെ കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ മൂ പുറകെ വന്ന് ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. മൂ ആദ്യം പറഞ്ഞത് ചേട്ടൻ എന്നാണ്. ആ കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ജിന്ന് ഉറങ്ങിയെഴുന്നേറ്റ് ആഹാരം ഉണ്ടാക്കുകയാണ് അവൾക്ക് വേണ്ടി. ആ നേരം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ വരുന്നുണ്ട്. അവൻ വരുന്നത് ബഹളം വെച്ചിട്ടാണ്. എന്നാൽ ജിൻ പറയും ബഹളം വയ്ക്കാൻ പാടില്ല, അകത്തൊരാൾ കിടപ്പുണ്ട്. എന്നാൽ ആരാന്ന് പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരാളും കൂടി വരുന്നുണ്ട്. അവനും ബഹളം വെച്ചിട്ടാണ് വരുന്നത്. പെട്ടെന്ന് മറ്റവൻ വന്ന് അവൻ്റെ വായ പൊത്തിയിട്ട് പറയും അകത്താരോ കിടപ്പുണ്ടെന്ന്. ഇവർക്കൊരു ഡൗട്ട്, പെൺകുട്ടി വല്ലതുമാണോ എന്ന്. ചിലപ്പോൾ അത് സ്നേഹിയാണോ എന്ന് ഡൗട്ടുണ്ട്. സ്നേഹി ഇതുപോലെ വന്ന് കിടന്നിരുന്നു. എന്നാൽ ജിൻ ചെയ്തത് അവളെ തൂക്കി പുറത്താക്കുമായിരുന്നു. അവന് താല്പര്യമില്ല. എന്നാൽ അത് ഒരു പെൺകുട്ടിയല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഒരു 12 മണി ആകാറാകുമ്പോൾ മൂയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ 2 പേർ വണ്ടി ശരിയാക്കുവാണ്. എന്നാൽ അവർക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ കാറിന് ചുറ്റും അവർ നടക്കുന്നുണ്ട്. പക്ഷേ ഇവൾ ആരും അറിയാതെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു ഡിവൈസ് ഊതിയിട്ട് വീണ്ടും വെക്കുന്നുണ്ട്. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കുമ്പോൾ കാർ സ്റ്റാർട്ടാവുന്നുണ്ട്. എന്നാൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല, അവർ അവളെ കണ്ടിട്ടുമില്ല. അവൾ കാറിൻ്റെ പുറത്തിറങ്ങി അവളെ പരിചയപ്പെടുത്തും. ഞാൻ മൂവാണ്, ജിൻ്റെ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അവർ ശ്രദ്ധിക്കുന്നത് മൂവിൻ്റെ കാലിലാണ്. അവൾ പാണ്ടിട്ടിട്ടില്ല. ഇത് ജിന്ന് കാണുന്നുണ്ട്. അവൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്മാരവിടുന്ന് പോകും. മൂവിനോട് പാൻറ്റിട്ടിട്ട് വരാൻ പറയുന്നുണ്ട് ജിന്ന്. മൂ പാൻറ്റിട്ടിട്ട് വരും. ആ സമയം കൊണ്ട് ഫുഡ് ഉണ്ടാക്കി ജിന്ന് വെച്ചിട്ടുണ്ട്. അവൾക്ക് പച്ചക്കറി ഇഷ്ടമല്ല. അതുകൊണ്ട് അതിടണ്ട ഇതിടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവൾക്കാണേൽ പാചകം അറിയില്ല. എന്നാൽ ജിന്നറിയാം. ജിന്നെ ചോദിക്കും നിനക്ക് പാചകം അറിയാമോ എന്ന്. എന്നാൽ അവൾ പറയുന്നത് എനിക്കറിയാമെന്നാണ്. ഇവൾക്ക് ഇവിടെ നിന്ന് പോകണ്ട, അവൾക്ക് താല്പര്യമില്ല പോവാൻ. ഒരു 3 ദിവസം കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കും. എന്നാൽ അവൻ സമ്മതിക്കുന്നതേയില്ല. അവൾ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ അവിടെ വന്ന് ഒരു ബോട്ടിലെടുക്കുന്നുണ്ട്. അതും അവൻ ക്ലോസ് ആയിട്ട്. എന്നിട്ട് അവൻ പറയും എന്തായാലും നിന്നെ ഞാൻ ഇവിടെ നിർത്തില്ല, ഒറ്റ ദിവസം മാത്രം നിർത്തുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പച്ചക്കറി ഇട്ടിട്ടുണ്ട്. അവളത് അവനറിയാതെ പച്ചക്കറി മാറ്റുന്നുണ്ട്. എന്നാൽ അവൻ വന്ന് നോക്കും. അവൾ ഇത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അത് കഴിക്കുന്നുണ്ട്. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാൻ ഒരാളില്ലേ, അതാണ്. അന്ന് രാത്രി തന്നെ ആ ഫൈറ്റിംഗ് ക്ലബിലെ ഓണറില്ലേ, അയാളെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരുന്നു. എന്നിട്ട് ആ ഓണർക്ക് ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട്. അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവൻ്റെ മുഖം വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞ്. അതെന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഓണർ കാറുമായി ആരില്ലാത്ത സ്ഥലത്ത് പോയിരുന്നു. അവൻ പോയത് ഒരു മൗണ്ടൈനിലെ റോഡിലാണ്. അവൻ പോകുന്ന സമയത്ത് അവൻ്റെ പുറകെ ഒരു കാർ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. അത് സാധാ കാറല്ല, ഒരു റേസിംഗ് കാറാണ്. ആ റേസിംഗിൽ തൊപ്പി വെച്ച ആളാണ് ജയിച്ചത്. ജിൻ്റെ കാറ് പോലെ ഉണ്ട്. എന്നാൽ അത് ജിന്നാണോ എന്ന് അറിയില്ല. ആ കാർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് അങ്ങനെയാണ്. അത്ര പവർഫുള്ളായിട്ടുള്ള കാറാണ് അത്.
അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓണർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുവാണ്. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.